കൊല്ലം ജില്ലയിലെ സുപ്രധാന തീർത്ഥാടന ക്ഷേത്രങ്ങളിലൊന്നായ കടക്കൽ ദേവീക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തിന് തുടക്കമാകുന്നു. 2026 ഉത്സവത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ ബുക്ക് നോട്ടീസ് ഏറെ ശ്രദ്ധേയമാണ്. ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ചിത്രങ്ങളിലായി ആലേഖനം ചെയ്തിരിക്കുന്ന ബുക്കാണ് പുറത്തിറക്കിയിരിക്കുന്നത്. കടക്കൽ ദേവീക്ഷേത്രത്തിലെ ബുക്ക് നോട്ടീസിന്റെ സ്ഥിരം ഡിസൈനറായ കടക്കൽ സ്വദേശി സുജിത്താണ് ഇക്കുറിയും നോട്ടീസിന്റെ ഡിസൈനർ. അത് ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു തീം കൊണ്ടുവന്നേ ഉള്ളൂ. അതായത് കവർ പേജ് ആയാലും ശരിയില്ല, ഇന്നർ പേജ് ആയാലും ശരിയില്ല. ഇപ്പോൾ ഇന്നർ പേജിൽ പിന്നെ കടക്കൽ ദേവീക്ഷേത്ര ഐതിഹ്യം പിന്നെ ഒരു കഥാരൂപത്തിൽ ചിത്രീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ അപ്പോൾ അതുമാത്രമല്ല, അതിൻ്റെ ഐതിഹ്യം നോട്ടീസ് തന്നെ ഒരു ക്യു ആർ കോഡിൽ കൊടുത്തിട്ടുണ്ട്. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഐഡിയ അറിയാൻ പറ്റും. ആ ഒരു തീം വെച്ചിട്ടാണ് ഇന്നർ പേജ് മൊത്തം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കവർ പേജ് തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പിന്നെ തീം വേണമെന്നുള്ളത് കൊണ്ട് അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഇന്നർ പേജിലൊരു, അതായത് കടക്കൽ ദേവീക്ഷേത്ര ഐതിഹ്യത്തിലെ ഒരു ഏഡ് എടുത്ത് കൊടുക്കാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് ആ പിക്ചർ വെച്ചത്. മുൻപും ഇതുപോലെ നോട്ടീസിന്റെ ഉൾഭാഗത്ത് ക്ഷേത്രത്തിന്റെ ഐതിഹ്യം വരകളിൽ രൂപകൽപ്പന ചെയ്തത് ശ്രദ്ധ നേടിയിരുന്നു. പുതുതലമുറയ്ക്ക് ക്ഷേത്രത്തിന്റെ ഐതിഹ്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു ഡിസൈൻ ചെയ്തതെന്ന് സുജിത്ത് പറയുന്നു. കടക്കൽ ദേവീക്ഷേത്ര ഐതിഹ്യം അറിഞ്ഞുകൂടാത്ത ഒത്തിരി പേരുണ്ട്, പ്രത്യേകിച്ച് പുതിയ തലമുറ. അപ്പോൾ അവർക്കും കൂടി അവരുടെ അറിവിലേക്ക് വേണ്ടി കൂടിയാണ് അത് 2020 ലൈനായിട്ട് വെച്ചിട്ടൊരു ദേവീക്ഷേത്ര ഐതിഹ്യം. കഴിഞ്ഞ വർഷം ഗായകൻ അലോഷി ക്ഷേത്രവേദിയിൽ പുഷ്പനെ അറിയാമോ എന്ന പാർട്ടി ഗാനം പാടിയത് വിവാദമായിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രമാണ് കടക്കൽ ദേവീക്ഷേത്രം.